കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർലിക് സോസിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന. അൽബൈക്കിലെ ഗാർലിക് സോസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ദാ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. മൈദക്ക് പകരം കോൺഫ്ലവർ എടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ട് തിളക്കുമ്പോൾ ഇത് തിക്കായിട്ട് കുറുകി വരും. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കാട്ടോ. വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ഫ്ലെയിം കുറച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോ നന്നായി തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ടാണ് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ള് വടിച്ചിട്ട് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 കപ്പ് പാലാണ്, സാധാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗുഡ് ലൈഫ് പാല് കുറച്ച് ലൂസാക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി ആദ്യം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ ഇതിലോട്ട് അവസാനം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ല തിക്കായിട്ട് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് സോസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ കുറേ നാൾ സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫ്രീസറിലാണെങ്കിൽ 1 മാസം വരെ വെക്കാട്ടോ. ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീസറിലും കുറച്ച് ഫ്രിഡ്ജിലും വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് തീരാറാകുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാം. എന്നിട്ട് അത് നമുക്ക് കഴിക്കാൻ നേരത്ത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് സോസ് ആണ്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അൽബൈക്കിലൊക്കെ കിട്ടുന്ന ഗാർലിക് സോസ് ആണ്. ട്രൈ ചെയ്യാതെ അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.